ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളത്തെ വീഡിയോ നമ്മളൊരു ചെറിയൊരു അപ്ഡേറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. വേറെ ഒന്നിനുമല്ല, നമ്മൾ നോട്ട് കോയിൻ്റെ അപ്ഡേറ്റാണ്. നമ്മൾ 2-3 വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നോട്ട് കോയിൻ മൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു പുതിയൊരു അടിപൊളി അപ്ഡേറ്റ് വരുന്നുണ്ട്. കാരണം നമുക്ക് നോട്ട് കോയിൻ April 20th നമ്മുടെ ഹാൾവിങ് കഴിഞ്ഞ തൊട്ടടുത്ത ദിവസം തന്നെ കുറേ എക്സ്ചേഞ്ചസ് ലോക്കെക്സിലും ബൈനാൻസിലും ലിസ്റ്റ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റീസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്കൊരു നോട്ടിഫിക്കേഷൻ അവരുടെ ട്വിറ്റർ ചാനൽ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പുതിയൊരു അപ്ഡേറ്റാണ് നമുക്ക് വേറെയും വന്നിരിക്കുന്നത്. അപ്പോൾ നല്ലൊരു പോസിറ്റീവായിട്ട് ഒരു അപ്ഡേറ്റാണ്. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. പിന്നെ നമ്മൾ മാർക്കറ്റ് നല്ല രീതിക്ക് തന്നെ ക്രാഷ് ആയി. അപ്പോൾ അതിൻ്റെ റീസൺസും കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതേപോലെ നല്ല അപ്ഡേറ്റ്സ് ഒക്കെ ഫസ്റ്റ് തന്നെ കിട്ടാൻ വേണ്ടി നമ്മുടെ ടെലിഗ്രാം ചാനൽ, അതുപോലെ നമ്മുടെ വീഡിയോസ് എല്ലാം കാണാൻ വേണ്ടി നമ്മുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് ഗൈസ് അധികം വൈപ്പിക്കാം, നമ്മുടെ മെയിൻ കണ്ടന്റിലോട്ട് തന്നെ പോവാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മുടെ ബൈനാൻസ് എടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റൊക്കെ നല്ല രീതിക്കാണ് ക്രാഷ് ആയത്. ഇവിടെ നമുക്ക് എത്തീരിയം ഒക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ $3,700 നിന്ന് $3,100 വരെ ഡംപ് ചെയ്ത് പോയി. BTCയും പറയുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം $72,000 നിൽക്കുമായിരുന്നു. അത് $65,000 വരെ പോയി. പിന്നെ ഇപ്പോൾ ഒന്ന് റീട്രേസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഹോൾവിങ് വരുന്ന സമയത്ത് നമുക്ക് ജസ്റ്റ് LTCയുടെ ഹോൾവിങ്ങിൻ്റെ ഒരു എക്സാമ്പിൾ എടുക്കാം. ജസ്റ്റ് LTC എടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ LTC നമുക്കൊരു 1 വീക്ക് എടുക്കാം. 1 വീക്ക് എടുത്തതിന് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. ഇത് LTC ഹോൾവിങ്ങിൻ്റെ ടൈമിൽ ഏകദേശം $47 അല്ലെങ്കിൽ $50 ആ റേഞ്ചിലായിരുന്നു ഉണ്ടായിരുന്നത്. ഹാൾവിങ്ങിൻ്റെ ന്യൂസ് വന്ന ടൈമിൽ ഈ ഒരു LTC നല്ല രീതിക്ക് പമ്പായി ഏകദേശം $115 വരെ പോയി. ഹാൾവിങ് എപ്പോഴായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഈ ഒരു ടൈമിലായിരുന്നു ഹോൾവിങ് ഉണ്ടായിരുന്നത്. കറക്റ്റ് ഡേറ്റ് എനിക്ക് ഓർമ്മയില്ല, അപ്രോക്സ് ഡേറ്റ് ആണ്. ഏകദേശം 21 August ആ ഒരു റേഞ്ചിലൊക്കെയാണ് ഹോൾവിങ് ഉണ്ടായിരുന്നത്. അപ്പോൾ ന്യൂസ് വന്ന ടൈമിൽ നല്ല രീതിക്ക് പമ്പ് സ്റ്റാർട്ടായി. ഒരു 1 month മുന്നേ വരെ LTC പമ്പ് ചെയ്ത് പിന്നെ ഒരു ഹോൾവിങ്ങിൻ്റെ അടുത്തെത്തുന്ന സമയത്തൊക്കെ നല്ല രീതിക്ക് ക്രാഷ് ആയിരുന്നു. ഹോൾവിങ് കഴിഞ്ഞിട്ടും നല്ല രീതിക്ക് ക്രാഷ് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ന്യൂസ് വരുന്ന സമയത്ത് നല്ല രീതിക്ക് പമ്പാകുന്നുണ്ട്. ആ ഒരു ഹാൾവിങ്ങിൻ്റെ അടുത്തെത്തുന്ന സമയത്ത് നല്ല രീതിക്ക് ക്രാഷ് ആവുന്നുണ്ട്. പിന്നെ ഒരു 1 month 2 month അതേപോലെ തന്നെ പോയി. പിന്നെ ഒരു പമ്പായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ നല്ല രീതിക്ക് പമ്പ് വന്നു. ഇന്നലെ മാത്രമാണ് ഈ ഒരു LTC ഡംപ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ കഴിഞ്ഞൊരു 1 വീക്കായിട്ടാണ് പിന്നെയും റീഡംപ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയത്. അപ്പോൾ ഈ ഒരു ഫോർമാറ്റിൽ തന്നെ ആയിരിക്കും ചിലപ്പോൾ നമ്മുടെ ഈ ഒരു BTCയും പോകാനുള്ളൊരു ചാൻസ്. അതായത് BTCയുടെ ഈ ഒരു ഹാൾവിങ് ന്യൂസൊക്കെ നല്ല രീതിക്ക് ഹൈപ്പ് എത്തുന്ന സമയത്ത് BTC ഒരു 73,000 74,000 അങ്ങനെ പമ്പ് ചെയ്ത് പോയിട്ട് ഹാൾവിങ് എത്താറാകുമ്പോൾ നല്ല രീതിക്ക് ക്രാഷ് വന്നിട്ടുണ്ട്. ചിലപ്പോൾ ഈ ഒരു ഹാൾവിങ് കഴിയുന്ന സമയത്ത് LTCയിൽ വന്ന പോലെ തന്നെ പിന്നെയും ഒരു ഡംപ് വരാൻ ഒരു 50,000 അല്ലെങ്കിൽ 59,000 വരെയൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം അവിടെയാണ് നല്ല രീതിക്ക് ഒരു റെസിസ്റ്റൻസ് ഇനിയിപ്പോൾ ആക്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും നോട്ട് ചെയ്ത് വയ്ക്കുക. നിങ്ങൾ നല്ല രീതിക്ക് ഫ്യൂച്ചേഴ്സ് ട്രേഡ് എടുക്കണമെന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ലോസ് യൂസ് ചെയ്യുക. കാരണം അത് മസ്റ്റായിട്ട് നിങ്ങൾ യൂസ് ചെയ്തിരിക്കണം. അത്രയും നമുക്ക് ലോസ് വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. കാരണം ഹൈലി വോൾട്ടൈലായിട്ടാണ് നമ്മുടെ മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ന്യൂസ് നിങ്ങൾക്കൊന്ന് ജസ്റ്റ് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി അപ്പോൾ നമ്മൾ ബൈനാൻസ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് അപ്പോൾ നിങ്ങൾ ഈ ഒരു ഡിപ്പൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. നമ്മളൊക്കെ പറഞ്ഞിട്ട് AD ഒക്കെ നിങ്ങൾക്ക് 0.51 ഞാൻ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഈ ഒരു AD ഒക്കെ നിങ്ങൾ എന്തായാലും മാക്സിമം പർച്ചേസ്. കാരണം നിങ്ങൾ നോക്കാൻ നല്ല രീതിയിലുള്ള ഒരു സപ്പോർട്ട് ഇപ്പോൾ ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സപ്പോർട്ടിൽ തട്ടിയിട്ട് പിന്നെ റീബൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു ഡിപ്പ് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്ത് നല്ലൊരു പ്രോഫിറ്റ് എടുക്കാൻ വേണ്ടി നോക്കുക. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ നേരെ നമ്മുടെ നോട്ട് കോയിൻ്റെ മെയിൻ അപ്ഡേറ്റിലോട്ട് വരികയാണെന്ന്. നിങ്ങൾ നേരെ നോട്ട് കോയിൻ്റെ ഈ ഒരു ബോട്ട് എടുക്കുക. ബോട്ട് എടുത്ത ശേഷം നേരെ മെനുവിൽ വന്നിട്ട് സ്റ്റാർട്ട് കൊടുക്കുന്ന സമയത്ത് നമുക്കിവിടെ ചെക്ക് റിസൾട്ട് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാകും. ജസ്റ്റ് നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ യുവർ നോട്ട് കോയിൻ റിസൾട്ട് എന്നുള്ളൊരു ഓപ്ഷൻ കാണും. ജസ്റ്റ് ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇത് ആർക്കാണ് മെയിൻലി യൂസ് ആകുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 10 million ഒരു വൗച്ചർ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു. ആ ഒരു വൗച്ചർ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് നല്ല രീതിയിൽ യൂസ് ആവും. കാരണം നമുക്ക് ആ ഒരു വൗച്ചർ യൂസ് ചെയ്യാത്ത ആൾക്കാർക്കൊക്കെ റിമൈനിങ് ബാലൻസ് എത്രയുണ്ടോ ആ ഒരു ബാലൻസിന് കറക്റ്റായിട്ട് കൺവേർട്ട് ചെയ്ത് അവർ നോട്ട് കോയിൻ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ കാണും. അപ്പോൾ ജസ്റ്റ് ഇതൊക്കെ ടാപ്പ് കൊടുക്കുക. ടാപ്പ് കൊടുത്തിട്ട് ഷോ ദ റിസൾട്ട് നോക്കാം. നമുക്കിവിടെ നോക്കാം. എൻ്റെ കയ്യിൽ ഏകദേശം 9,88,000 നോട്ട് കോയിൻ ഉണ്ടായിരുന്നു. അത് അവർ 2 zeros കട്ട് ചെയ്തിട്ട് ബാക്കി ബാലൻസ് ഇവിടെ 98 നോട്ട് കോയിൻ ബാലൻസ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രയേ ഉള്ളൂ നമുക്ക് മെയിനായിട്ട്. ഇപ്പോൾ നിങ്ങൾക്ക് എത്ര ബാലൻസ്, ഈ ഗെയിം ബാലൻസ് ഏറ്റവും ടോപ്പിൽ കാണിക്കും. ക്യാമ്പയിനേഴ്സ് ബൂസ്റ്റ് അങ്ങനത്തെ അതൊന്നും മൈൻഡ് ആക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ ടോപ്പിലുള്ളതിൻ്റെ 2 zero കട്ട് ചെയ്തിട്ട് ആയിരിക്കും നമുക്ക് ഈ ഒരു നോട്ട് കോയിൻ്റെ ബാലൻസ് വരും. സംഭവം എന്താണെന്ന് പറഞ്ഞാൽ ഒരു ഫസ്റ്റ് 0.40123 ആയിരുന്നു പ്രൈസ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു പ്രൈസ് അവർ റെഡ്യൂസ് ചെയ്ത് 0.10123 എന്നാക്കി, അതായത് 0.0123. അപ്പോൾ ഈ ഒരു പ്രൈസിൽ നമുക്ക് നമ്മുടെ ടോക്കൺസിൻ്റെ ക്വാണ്ടിറ്റി 3 കുറയുന്നുണ്ട്, 3 zeros കുറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ബാലൻസ് വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് ക്ലെയിം ചെയ്യാൻ വേണ്ടി പറ്റും. ജസ്റ്റ് നെക്സ്റ്റ് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ പേജ് വരും. ജസ്റ്റ് ക്ലെയിം നോട്ട് ഓൺ ദ ലിസ്റ്റിംഗ് ഡേറ്റ് 20th പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് ടെലിഗ്രാം ചാനലിലും അതേപോലെ തന്നെ ട്വിറ്ററിലും കയറി കഴിഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽസ് കിട്ടും. നമ്മൾ ജസ്റ്റ് ട്വിറ്റർ കാണിച്ചു തരാം. അപ്പോൾ നോട്ട് കോയിൻ ഏകദേശം ഇപ്പോൾ തന്നെ 1.7 million ഫോളോവേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. എവിടെയോ നമുക്ക് ജസ്റ്റ് നിങ്ങൾ തന്നെ കയറി ചെക്ക് ചെയ്താൽ മതി.
നമുക്ക് ലിസ്റ്റിംഗ് ഡേറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെയാണ് നമ്മൾ പറഞ്ഞത് 0.40123 ആയിരുന്നു. അതവർ കട്ട് ചെയ്ത് പ്രൈസ് 0.10123 ആയി 0.0123 ആക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ക്വാണ്ടിറ്റി റെഡ്യൂസ് ആകുന്നത്. പിന്നെ നമുക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളും ഡേറ്റ് എവിടെയോ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ടെലിഗ്രാം ചാനലിലോ ട്വിറ്ററിലോ എവിടെയോ കണ്ടിട്ടുണ്ടായിരുന്നു. April 20th അവർ പറഞ്ഞിരിക്കുന്നത്. നോട്ട് ലിസ്റ്റിംഗ് ഡേറ്റ് ഓക്കെ 4/20 തന്നെ നമ്മൾ പറഞ്ഞത്. അപ്പോൾ April 20th നമുക്ക് ഈ ഒരു നോട്ട് കോയിൻ ലിസ്റ്റ് ആകുന്നുണ്ട്. ഏതൊക്കെ എക്സ്ചേഞ്ചസിലാണെന്ന് ഒരു കൺഫേം ചെയ്തിട്ടില്ല. ചിലപ്പോൾ നമുക്ക് മുന്നേയൊക്കെ നല്ല നല്ല ടോക്കൺസ് റിലീസ് ചെയ്യുന്ന സമയത്ത് അറ്റ് എ ടൈം ഒരു 5 to 6 എക്സ്ചേഞ്ചസ് ഇൻ്റർനാഷണൽ എക്സ്ചേഞ്ചസ് ലിസ്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് ഇത്രയും ഹൈപ്പുള്ള ഒരു ടോക്കൺ ആയതുകൊണ്ട് നമുക്ക് അതേപോലെ തന്നെ ലിസ്റ്റ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റീസ് ഉണ്ട്. നമുക്ക് എന്തായാലും കണ്ടന്റ് വെയിറ്റ് ചെയ്യാം. April 20th നമ്മൾ ടെലിഗ്രാം ചാനലും അതേപോലെ തന്നെ ട്വിറ്ററിലൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. ഇവിടെ നമുക്ക് നോക്കാം നോട്ട് കോയിൻ ലിസ്റ്റിംഗ് പ്രൈസ് എന്ന് പറഞ്ഞിട്ട് കൗണ്ട് ഡൗൺ ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്താൽ മതി. അപ്പോൾ ഇത്രയുള്ളൂ ഗൈസ് നമ്മൾ ഈ ഒരു ഷോർട്ട് വീഡിയോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട സമയം ലൈക്ക് ചെയ്യാം, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ചാനൽ ജോയിൻ ചെയ്യാം. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ഗുഡ് ബൈ.